100-ലധികം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഒരിക്കൽ പോലും പരാജയപ്പെട്ടില്ല. ഒടുവിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ അദ്ദേഹത്തിന് ഒരു പേര് നൽകി, സെയ്ഫുള്ള, അള്ളാഹുവിൻ്റെ വാൾ. അദ്ദേഹമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആദ്യകാലങ്ങളിൽ ഇസ്ലാമിനെ എതിർത്തവർ പിന്നീട് ഇസ്ലാമിൻ്റെ സേനാനായകരിൽ ഒരാളായി മാറി. ഉഹദ് യുദ്ധത്തിൽ ഖുറൈശികളുടെ കുതിരസേനയെ നയിച്ചത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവരുടെ യുദ്ധതന്ത്രം മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അള്ളാഹു അവരുടെ ഹൃദയം തുറന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അവരുടെ ജീവിതം പൂർണ്ണമായി മാറി. മുഅ്തദ് യുദ്ധത്തിൽ 3 സേനാനായകർ ഷഹീദായതോടെ ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അതിവിദഗ്ധമായ തന്ത്രങ്ങളിലൂടെ അവർ മുസ്ലിം സൈന്യത്തെ സുരക്ഷിതമായി പിൻവലിച്ചു. അതിനുശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ അവർക്ക് സെയ്ഫുല്ലാഹിൽ മസ്ലൂൽ എന്ന പേര് നൽകിയത്. പിന്നീടുള്ള നിരവധി യുദ്ധങ്ങളിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചു. അവരുടെ ധൈര്യവും യുദ്ധതന്ത്രവും ഇന്നും ചരിത്രത്തിൽ പഠിക്കപ്പെടുന്നു. ധീരരായ യോദ്ധാവായിരുന്നെങ്കിലും അവർ വഫാത്തായത് യുദ്ധഭൂമിയിലല്ല, സ്വന്തം കിടക്കയിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതായി ചരിത്രങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട വാക്കുകൾ ഇന്നും ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. എൻ്റെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരിടവുമില്ല, എന്നിട്ടും ഞാൻ കിടക്കയിൽ മരിക്കുന്നു. ഭീരുക്കളുടെ കണ്ണുകൾക്ക് ഉറക്കം കിട്ടാതിരിക്കട്ടെ.